ഇന്ന് നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെടുത്തിയ ഹർത്താൽ നടക്കുകയാണ്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. പക്ഷേ നിർഭാഗ്യകരമായ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ധാരാളം പാർട്ടികൾ ഹർത്താൽ നടത്താറുണ്ട്. ഹർത്താലുകൾ പലപ്പോഴും ബന്ധായി മാറാറുമുണ്ട്. ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ആരെയും തടയാനൊന്നും പോകില്ല, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ്, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കാം, അല്ലെങ്കിൽ വിജയിപ്പിക്കണം എന്നുള്ള പറഞ്ഞു. വ്യാപാരി വ്യവസായികൾ പറഞ്ഞു, ഇത് നിതിൻ രാജിനുള്ള കേസെല്ലാം ശരിയായിട്ടാണ് പോകുന്നത്, ഞങ്ങൾ കട തുറക്കും എന്ന് പറഞ്ഞ് അവർ പലയിടത്തും കട തുറക്കുകയും ചെയ്തു. പക്ഷേ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ അടക്കം തടയുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അവിടെ പോലീസ് വന്നിട്ട് അവരെ വിളിച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോയോ എന്നറിയില്ല. ശരിക്കും പോലീസ് ജീപ്പിലും ആംബുലൻസിലും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അവരെ കൊണ്ടുപോയോ എന്നറിയില്ല. ഹർത്താൽ അനുകൂലികൾ ചിലയിടങ്ങളിലെങ്കിലും അനാവശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ചെയ്തെന്ന് പറഞ്ഞ് ഒരു രോഗിയെ വിട്ടുപോയതുകൊണ്ട് ഹർത്താൽ പൊളിഞ്ഞു പോകും. അങ്ങനെയൊന്നും ഹർത്താൽ പൊളിയത്തൊന്നുമില്ല. ഹർത്താൽ എന്ന് പറയുന്നത് തന്നെ ഒരുതരം ബന്ദിയാക്കൽ സമരപ്രക്രിയയാണ്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. സമരം നടത്താം, മുഖ്യമന്ത്രി ഓഫീസിൽ പോയി സമരം നടത്താം, മുഖ്യമന്ത്രി വീട്ടിൽ സമരം നടത്താം, സെക്രട്ടേറിയറ്റ് സമരം നടത്താം, DGP ഓഫീസിൽ പോകാം, കളക്ട്രേറ്റുകളിൽ പോകാം, ശക്തമായ സമരം നടത്താം, അതിശക്തമായ സമരം നടത്തണം. പക്ഷെ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ഒരു വലിയ സുഖമായിട്ട് വന്നിരിക്കുകയാണ്. കോടാനുകോടി രൂപയുടെ തൊഴിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്, സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്, വ്യാപാര നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആശുപത്രികളിലെ ആളുകൾക്ക് പോകാൻ കഴിയില്ല. പുറത്തിറങ്ങിയവരല്ലേ തടയുന്നത്, പുറത്തിറങ്ങാത്ത എത്രയോ പേര് കാണും. അതിൻ്റെ ഭാഗമായി മരിച്ചു പോകുന്നവർ വരെ കാണും. അപ്പോൾ വളരെ വലിയ ഒരു ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ട മേഖലയാണ് ഹർത്താൽ. ആഹ്വാനം ചെയ്യുന്ന നേതാക്കൾക്ക് ഇരുന്നിട്ട് ആഹ്വാനം ചെയ്യുന്ന മതി, അണികൾ കൊടിയായിട്ട് വെളിയിലിറങ്ങി ചിലയിടത്ത് ഗൂണ്ടായുസം നടക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ മാന്യമായി തടയും, ജനുവിനാണെന്നറിയും. ഇപ്പോൾ പരീക്ഷ, ഇന്ന് നാഷണൽ ലെവലിൽ ഒരുപാട് പരീക്ഷ നടക്കുന്ന ദിവസമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച വയ്ക്കണം. പരമാവധി ആളുകൾ പുറത്തിറങ്ങാത്ത ദിവസം, സ്കൂള്, കോളേജ്, ക്യാമ്പസ് ഒന്നും ഇല്ലാത്ത ദിവസം ഞായറാഴ്ച വെച്ചോളൂ. ബാക്കി ആരെല്ലാം ഇറങ്ങണേ നിങ്ങൾ തടഞ്ഞോളൂ. ഇത് നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ തന്നെ വെക്കും, പരീക്ഷ ഉള്ള ദിവസം വയ്ക്കും, ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസം വയ്ക്കും. അങ്ങനത്തെ ദിവസം ഹർത്താൽ വെച്ചതിന് ശേഷം നിങ്ങൾ പ്രതിഷേധം കാണിക്കും. ഇതൊരു നല്ല പ്രതിഷേധ രീതിയല്ല. ഹർത്താലുകൾ നിയമം മൂലം നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രതിഷേധം നടത്താം. ഇന്നിപ്പോൾ ഹർത്താൽ നടത്തിയതുകൊണ്ട് റാമിനെ അറസ്റ്റ് ചെയ്യൂ, ഒന്നും സംഭവിക്കില്ല. റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ നടപടിക്രമങ്ങളും പ്രൊസീജിയറും കോടതി നടപടികളൊക്കെ ഒരുപാട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി റോഡിൽ ഹർത്താൽ നടത്തിയതുകൊണ്ട് എന്തെങ്കിലും നടക്കാനുണ്ടോ? മാത്രമല്ല, ഈ ഹർത്താൽ നടത്തി, ശരി, ഹർത്താൽ പ്രഖ്യാപിച്ചു. ഞാൻ നിതിൻ രാജിൻ്റെ കൂടെയാണ്. നിതിൻ രാജിൻ്റെ മരണം സംഭവിച്ചു, അത് സമഗ്രമായി അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പട്ടികവർഗ കമ്മീഷനുണ്ട് ഇവിടെ, പോലീസുണ്ട് ഇവിടെ, വലിയ സംവിധാനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. ആ സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ, തീർച്ചയായും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അന്വേഷിക്കുന്നതിന് വേണ്ടി ഹർത്താൽ നടത്തുന്നത് കൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ വേഗത കൂടുമോ? ഈ സമരം ചെയ്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലാതെ, ആളുകൾക്ക് ആശുപത്രി പോകാൻ കഴിയാതെ, സ്കൂളിൽ പോകാൻ കഴിയാതെ, പരീക്ഷയ്ക്ക് പോകാൻ കഴിയാതെ, കോളേജിൽ പോകാൻ കഴിയാതെ, ആശുപത്രികളിൽ പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കുന്നതല്ലാതെ, മാത്രമല്ല പല സ്ഥലങ്ങളിലെങ്കിലും ഹർത്താൽ നടത്തുന്നവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ കടകൾ തുറക്കാൻ പറ്റത്തില്ല. എത്രമാത്രം അതിഥി തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത്, നമ്മുടെ ആളുകൾ താമസിക്കുന്നു, എല്ലാവരും ഉണ്ട്. അവരുടെ ഭക്ഷണം, അവരുടെ മരുന്ന്, എന്താണ് ഇവിടെ കാണിക്കുന്നത്? ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ ഹർത്താൽ? ഹർത്താൽ ഒരു സമരമാർഗമാണോ? ഇവിടെ ഹർത്താൽ നടത്തുന്നത് മനസ്സിലാക്കുക, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യമാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ഹർത്താലല്ല. ഹർത്താൽ നിയമവിരുദ്ധമാണ്. നിയമവിധേയമായി പറഞ്ഞിരിക്കുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. അത് ഞങ്ങൾ ഗൂണ്ടായുസം കൊണ്ട് തടയും. പറഞ്ഞു നോക്കുന്നു, ശരി, നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം, അല്ല നിങ്ങൾ പോകണേ പൊക്കോളൂ, അതല്ലേ മര്യാദ. അല്ലാതെ അവരെ തടയുക, അവരെ തല്ലുക, ഗൂണ്ടായുസം കാണിക്കുക, ഇതെന്തൊരു നാടാണ്? എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഇന്ന് നടത്തിയ ഹർത്താൽ നടത്തിയവർ മാത്രമല്ല ഇതിൻ്റെ പ്രതികൾ. ട്രേഡ് യൂണിയനുകൾ 3 ദിവസമൊക്കെ അല്ലേ ഹർത്താൽ നടത്തി കളയുന്നത്? എന്താണ് നേടുന്നത് നമ്മൾ? അൾട്ടിമേറ്റായിട്ട് എന്ത് നേടും? ഒന്നും നേടില്ല. കുറേ സംഘടനകളുണ്ടെങ്കിൽ സംഘടനാ നേതാക്കൾക്ക് പിരിവടത്താം, സംഘടനാ നേതാക്കൾക്ക് കാശ് കിട്ടും, സംഘടനയെ വളർത്താൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ പ്രശ്നമായി തന്നെ അവിടെ നിൽക്കുകയും പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കഷ്ടമാണ്, സങ്കടമാണ്, പ്രയാസമാണ്.
വളരെ വലിയ വിഷമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹർത്താലിൻ്റെ പേരിൽ വലിയ അക്രമമാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അത് നമുക്ക് പൊറുക്കാവുന്നതല്ല, നമുക്ക് പറയാവുന്നതല്ല, ഒരു കാരണവശാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. കാരണം ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഹർത്താൽ എന്ന് പറയുന്നത് വളരെ വളരെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെ ബന്ദിയാക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ബന്ദിയാക്കുന്നത് ശരിയല്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് ഹർത്താലെങ്കിലും മനസ്സിലായി. ഇതൊരു ഫുൾ ഡേ, ചിലപ്പോൾ 24 മണിക്കൂറൊക്കെ ഹർത്താൽ പ്രഖ്യാപിച്ചോളാം. രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം രാത്രി 12 മണി വരെ പ്രഖ്യാപിച്ചോളാം. വളരെ ദുരിതമാണ്. ഇതിനെതിരെ വലിയ ജനകീയ പ്രതിരോധം ഉയർന്നു വരണം, ജനകീയ പ്രക്ഷോഭം തന്നെ അതിനെതിരെ ഉയർന്നു വരണം. ആരാണിത് രക്ഷിക്കാമെന്നറിയില്ല. ഹർത്താലിനെതിരെ ഒരു ഹർത്താലല്ല വീണ്ടും നടത്തി പ്രതിരോധിക്കേണ്ടത്. സമാധാനപരമായ മാർഗങ്ങളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഹർത്താൽ ഒരു നിയമമാർഗമല്ല, ഒരു നിയമലംഘന മാർഗവുമല്ല, രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാനൊന്നുമല്ല. ഇതൊരു കേസുമായി ബന്ധപ്പെടുത്തിയതാണ്. തീർച്ചയായിട്ടും ആ കേസുമായി ബന്ധപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഹർത്താൽ എന്ന് പറയുന്നത് നടത്താം, ഹർത്താൽ നടത്തുന്നതിനും ഞാനെതിരല്ല. പക്ഷേ അത് ഇതുപോലെ ബന്ദിയാക്കുന്നത്, ആളുകളെ ബന്ദിയാക്കുന്ന സമീപനം ശരിയല്ല. സമരം ആഹ്വാനം ചെയ്യുന്നു, ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു. താല്പര്യമുള്ളവർ പങ്കെടുക്കട്ടെ, താല്പര്യമില്ലാത്തവർ, അവരെ ബാധിക്കാത്ത പ്രശ്നമാണെങ്കിൽ അവർ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. താല്പര്യമില്ലാത്തവർ പങ്കെടുക്കാതിരിക്കട്ടെ എന്നുള്ളൊരു സമീപനമാണെങ്കിൽ നമുക്ക് ഹർത്താൽ അംഗീകരിക്കാം. അല്ലാതെ ബന്ദിയാക്കി സകലതും തടസ്സപ്പെടുത്തി ആളുകളെ തടഞ്ഞ് തല്ലി ഗുണ്ടായുസം കാണിച്ച് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് നിയമവിരുദ്ധമാണ്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണ്. നിയമവിരുദ്ധമായും ഭരണഘടനയ്ക്കെതിരായി നടക്കുന്നതിനെതിരെ വലിയ ജനകീയ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്.